കൊച്ചിയിലെ ഏറ്റവും വലിയൊരു തുണിക്കടയായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു കട 2 കോടി മുടക്കി ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യിപ്പിച്ചു. 2 വർഷം തികയുന്നതിന് മുന്നേ പൂട്ടിപ്പോയൊരു കടയുടെ കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഇമ്മാനുവൽ സിൽക്സ് കൊച്ചി. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ഷാറൂഖ് ഖാൻ്റെ മുഖമായിരിക്കും അല്ലേ? അതെ, ഇമ്മാനുവൽ സിൽക്സ് പൂട്ടിപ്പോയതിൻ്റെ കാരണം എന്തായിരിക്കും? ഇമ്മാനുവൽ സിൽക്സിൻ്റെ ആ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ വിപിൻ വിജയൻ. പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാവരും കയറിപ്പോരെ. കേരളത്തിലെ ബിസിനസ്സുകാരുടെ തട്ടകമായ തൃശ്ശൂർ ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ സംരംഭമായ ഇമ്മാനുവൽ സാരീസ് പരേതനായ TD ഔസേഫും ഭാര്യ ആനി ഔസേഫും ചേർന്ന് സ്ഥാപിച്ചതാണ്. തൃശ്ശൂരിലെ മണ്ണമ്പേട്ടയിൽ ഇമ്മാനുവൽ സാരീസ് എന്ന പേരിൽ ഒരു ചെറിയ കടയായി ആരംഭിച്ച ഈ ബിസിനസ് കാലക്രമേണ കേരളത്തിലെ തുണി വ്യവസായത്തിലെ ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ശൃംഖലയായി മാറി. കേരളത്തിലെ ചെറുകിട കച്ചവടക്കാർക്ക് ചെറിയ വിലയിൽ നല്ല ക്വാളിറ്റി തുണിത്തരങ്ങൾ കച്ചവടം നടത്തിയതിലൂടെ അവരുടെ ബിസിനസ് വളർന്നു പന്തലിച്ചു. ഈ ദമ്പതികൾക്ക് 4 ആൺമക്കളാണ്. TO ഷാജു, TO ബൈജു, TO രാജു, TO ജിജു. ഇവർ 4 പേരും പിന്നീട് ബിസിനസ്സിൽ ഡയറക്ടർമാരായി. അവർ ഒരുമിച്ച് ഇമ്മാനുവൽ സിൽക്സ് എന്ന പുതിയ കമ്പനി വികസിപ്പിച്ചു. ആദ്യം തൃശ്ശൂരിലും പിന്നീട് കോട്ടയത്തും ഓരോ ഷോറൂമുകൾ തുറന്നു. സിനിമയിലെ സെലിബ്രിറ്റീസിനെ കൊണ്ട് കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് അവരുടെ ഒരു കട ഇനോഗ്രേഷൻ നടത്തിയത് ആ സമയങ്ങളിൽ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. കോട്ടയത്തെയും തൃശ്ശൂരിലെയും ബിസിനസ്സിൽ വളർച്ച ഉയരുന്നത് കണ്ടപ്പോൾ അവർക്ക് കൊച്ചിയിലും വലിയൊരു ഷോറൂം തുടങ്ങണമെന്ന് ആഗ്രഹം വന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽ ഷോറൂം തുറക്കണം ആഗ്രഹത്തോടെയാണ് അവർ കൊച്ചിയിലെ ഹൃദയമായ ഇടപ്പള്ളിയിൽ ബിൽഡിംഗ് കണ്ടെത്തുകയും അവിടെ ഇമ്മാനുവൽ സിൽക്സ് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. 2011 ഡിസംബറിൽ ഇമ്മാനുവൽ സിൽക്സ് എന്ന സ്ഥാപനം കൊച്ചിയുടെ റീറ്റെയിൽ രംഗത്തേക്ക് ഗംഭീരമായി പ്രവേശിച്ചു. കൊച്ചിയെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥാപനം ഓപ്പണാക്കിയത്. ബോളിവുഡിൽ നിന്ന് സാക്ഷാൽ സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാൻ തന്നെ കൊണ്ടുവന്ന് ഇടപ്പള്ളിയിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള അവരുടെ വിശാലമായ ഷോറൂം ഉദ്ഘാടനം ചെയ്തതോടെ ഇമ്മാനുവൽ സിൽക്സ് എന്ന പേര് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായി. ഷാറൂഖ് ഖാനെ കൊണ്ടുവരാൻ മാത്രം ഏകദേശം 2 കോടി രൂപ ചെലവായതായി പുറത്തു വന്ന കണക്കുകൾ പറയുന്നു. ഈ കട ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. ഷോപ്പിങ്ങിന് വരുന്നവർക്ക് ഫ്രീ ഇന്റർനെറ്റ്, VIP ലോഞ്ച്, കുട്ടികളുടെ പ്ലേ ഏരിയ, റിയൽ ടൈം ലൈവ് മ്യൂസിക്, വലിയ പാർക്കിംഗ്, അങ്ങനെ ഒരുപാട് പുതിയ ആശയങ്ങൾ. ഈ ഷോറൂം തുടങ്ങിയപ്പോൾ കേരളത്തിലെ എന്നല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായി മാറുമെന്ന് അവർ സ്വപ്നം കണ്ടു. തുടക്കത്തിൽ നല്ല രീതിയിൽ പോയതിനാൽ മികച്ച സംരംഭക അവാർഡ് അടക്കം നേടിയിരുന്നു ഇമ്മാനുവൽ സിൽക്സ്. പക്ഷേ ഇതെല്ലാം ഒരു താൽക്കാലിക ആഘോഷങ്ങളായിരുന്നു. തുടക്കത്തിലെ ആവേശവും കച്ചവടവും പിന്നീട് താഴേക്ക് പോയി. ജനങ്ങൾക്കിടയിൽ ഇമ്മാനുവൽ സിൽക്സ് ഒരു കത്തിക്കട എന്ന നിലയിലേക്ക് ലേബൽ ചെയ്യപ്പെട്ടു. പ്രധാനമായും 2 കാരണങ്ങളാണ് ഇമ്മാനുവൽ സിൽക്സ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള കാരണം. ആദ്യത്തേത് പ്രവർത്തന ചിലവിലെ പിഴവുകളായിരുന്നു. ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ വാടക കണക്കുകൾ പ്രകാരം ഏകദേശം 60 ലക്ഷം രൂപയായിരുന്നു. അതുപോലെ തന്നെ ഈ ഷോറൂമിലെ വൈദ്യുതി ബില്ലടക്കം ഭീമമായിരുന്നു. 30 ലക്ഷത്തോളം രൂപയാണ് KSEB ബില്ല് അടച്ചിരുന്നതെന്നാണ് കണക്കുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത്ര വലിയ മാസച്ചെലവുകൾക്ക് തക്കവണ്ണം സെയിൽസ് ഉണ്ടാകാതെ വന്നതോടെ കമ്പനി വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോവുകയായിരുന്നു. രണ്ടാമതായുള്ള പ്രശ്നം കസ്റ്റമേഴ്സിൽ നിന്ന് വരുന്ന പരാതികളായിരുന്നു. തുടക്കത്തിലെ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഇമ്മാനുവൽ സിൽക്സ് ഒരു കത്തിക്കടയാണ് എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇതുകൂടാതെ മോശപ്പെട്ട ക്വാളിറ്റി ഇല്ലാത്ത തുണിത്തരങ്ങൾ, നിലവാരമില്ലാത്ത കസ്റ്റമർ സർവീസ് എന്നിങ്ങനെ പരാതികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹോൾസെയിൽ കച്ചവടത്തിൽ നിന്ന് റീറ്റെയിൽ ബിസിനസ്സിലേക്ക് മാറിയപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിലവാരം നിലനിർത്താൻ കഴിയാത്തതും തുണിത്തരങ്ങൾ വിൽക്കുവാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന വിലയിലുള്ള പിഴവും തിരിച്ചടിയായി മാറി. കൊച്ചിയിലെ ടെക്സ്റ്റൈൽ വിപണിയിൽ ജയലക്ഷ്മി, ശീമാട്ടി തുടങ്ങിയവരുമായി മത്സരിക്കാൻ കഴിയാതെ വന്നു. പുതിയതായി എത്തുന്നവർ കടുത്ത മത്സരം നേരിടുന്നു. കൂടാതെ ഒരു വലിയ വിപണി വിഹിതം പിടിച്ചെടുക്കുന്നത് വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഇമ്മാനുവൽ സിൽക്സിന്. 2013 മാർച്ചിൽ ലുലു മാൾ പ്രവർത്തനം തുടങ്ങിയതോടെ ഇമ്മാനുവൽ സിൽക്സ് കൊച്ചി ഷോറൂമിന്റെ പതനം പൂർത്തിയായി. ഉദ്ഘാടനം നടത്തി 2 വർഷത്തിനുള്ളിൽ തന്നെ 2013 ജൂലൈയിൽ കൊച്ചിയിലെ ഇമ്മാനുവൽ സിൽക്സ് അടച്ചുപൂട്ടി. സ്ഥലം ഒരു ഷോപ്പിംഗ് മാളാക്കി മാറ്റുന്നതിനുള്ള നവീകരണത്തിനായാണ് അടച്ചിടുന്നതെന്നാണ് ആദ്യം മാനേജ്മെന്റ് അറിയിച്ചത്. പിന്നീട് ആ ഷോറൂം തുറന്ന് പ്രവർത്തിച്ചില്ല. ഇപ്പോൾ അവിടെ ഗ്രാൻഡ് മാൾ എന്ന പേരിൽ ഒരു ഷോപ്പിംഗ് മാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുശേഷവും ഇവരുടെ ബിസിനസ്സിൽ വെല്ലുവിളികൾ നേരിട്ടു. കമ്പനിയുടെ ദുരിതങ്ങൾക്ക് പുറമെ 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിന് വ്യാജരേഖകൾ സമർപ്പിച്ചതായി ആരോപിച്ച്
സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI ഇമ്മാനുവൽ സിൽക്സിന്റെ 5 പങ്കാളികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസ് നിയമ നടപടികളിലേക്കും കമ്പനിയുടെ സാമ്പത്തിക രീതിയെക്കുറിച്ചുള്ള കൂടുതൽ പരിശോധനയിലേക്കും നയിച്ചു. ഇമ്മാനുവൽ സിൽക്സിന്റെ അടച്ചുപൂട്ടൽ ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കഴിഞ്ഞ ദശകത്തിൽ എറണാകുളം ജില്ലയിലെ 7000-ലധികം റീറ്റെയിൽ കടകൾ അടച്ചുപൂട്ടി. വർദ്ധിച്ചുവരുന്ന വാടക ഉപഭോക്താക്കളുടെ തിരക്ക് കുറയൽ, ഓൺലൈൻ ഷോപ്പിംഗിന്റെ വർധനവ്, ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള വലിയ കോർപ്പറേറ്റുകളുടെ വരവ് എന്നിവയാണ് ഘടകങ്ങൾ. പെട്ടെന്നുള്ള വളർച്ച സ്വപ്നം കണ്ടുകൊണ്ട് വിപണിയെപ്പറ്റി ശരിയായ രീതിയിൽ പഠിക്കാത്തതും സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തതും ഈ നഷ്ടം വിളിച്ചു വരുത്തിയെന്ന് നമുക്ക് അനുമാനിക്കാം. കൊച്ചിയിലെ ഇടപ്പള്ളിയിലൂടെ കടന്നുപോകുന്ന ഒരു കൊച്ചിക്കാരന് തലയുയർത്തി നിൽക്കുന്ന ഗ്രാൻഡ് മാൾ കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഷാറുഖ് ഖാൻ വന്ന് ഉത്സവാഘോഷം സൃഷ്ടിച്ച ഇമ്മാനുവൽ സിൽക്സിന്റെ ആ ഉദ്ഘാടന ദിവസം ഓർമ്മ വരാതിരിക്കില്ല. ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. പുതിയൊരു വീഡിയോയിൽ കാണാം.